ഇത് സൺഡേ സ്കൂൾ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമമോ? ഇന്ന് അപ്രതീക്ഷിതമായി വ്യത്യസ്തരായ 4 വ്യക്തികൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. എല്ലാവരും പ്രായമുള്ളവരായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. അവരിൽ ഒരാൾ അയച്ചു തന്ന വാട്സപ്പ് മെസ്സേജ് ഇപ്രകാരമാണ്: അധ്യാപക പരിശീലന കോഴ്സുകളായ TTC, B.Ed, M.Ed തുടങ്ങിയവ പാസ്സായവരും സൺഡേ സ്കൂൾ സമാജം നൽകിയിട്ടുള്ള യുഒപ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുമായ ഇടവകാംഗങ്ങളെ സൺഡേ സ്കൂൾ ടീച്ചർ ട്രെയിനിയായി 2025 നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നവംബർ 30 ഇടവക വികാരിയുടെ പക്കൽ അപേക്ഷ നൽകണം. എന്തൊരു വിവരക്കേടും ഭരണഘടനാ വിരുദ്ധവുമായ പരസ്യമാണ് ഇതെന്ന് തലയിൽ ആൾതാമസമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അടൂർ ഭദ്രാസനത്തിലെ തേവലക്കര സെൻറ്ററിൽ ഉൾപ്പെട്ട 150-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇടവകയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും വികാരി അച്ഛനും ചേർന്ന് ചെയ്ത പരസ്യമാണ് ഇത്. ഇത്തരത്തിൽ സ്വന്തമായി നിയമാവലി ഉണ്ടാക്കാൻ സൺഡേ സ്കൂൾ എന്താ പരസ്യം ചെയ്തവരുടെ കുടുംബ സ്വത്താണോ എന്നാണ് ഫോൺ ചെയ്ത ഒരപ്പച്ചൻ എന്നോട് ചോദിച്ചത്. വേദപുസ്തക പരിജ്ഞാനമില്ലാത്ത ഇഷ്ടക്കാരെയൊക്കെ ഇങ്ങനെ തിരികെ കയറ്റി അധ്യാപകരാക്കിയത് കൊണ്ടാണ് ഇന്ന് വേദപഠനത്തിന് സൺഡേ സ്കൂളിൽ കുട്ടികളെ കിട്ടാത്തത്. ഞങ്ങൾ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കാനോ വികാരി അച്ഛനോട് മുഷിയുവാനോ താൽപ്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ തലതിരിഞ്ഞ തന്തയില്ലായ്മ അനുവദിക്കാനും പറ്റില്ല എന്നാണ് ആ ഇടവകക്കാർ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ നോക്കി നടത്തി തെറ്റുതിരുത്തേണ്ട അടൂർ ഭദ്രാസന എപ്പിസ്കോപ്പ ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ എന്നാണ് വളരെ വിഷമത്തോടുകൂടി ആ പ്രായം ചെന്ന തലമുറക്കാർ സങ്കടം പങ്കുവച്ചത്. എന്താണ് സൺഡേ സ്കൂളെന്ന് അറിയാത്ത വികാരിയും അതിന് കുടപിടിക്കാൻ വിവരദോഷികളും വിവരമില്ലാത്തവരുമായ കുറച്ചു കാലുനക്കികളും ചേർന്ന് ഇടവക സൺഡേ സ്കൂളിനെ നശിപ്പിക്കുവാനൊരുങ്ങുന്ന അതിദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകനല്ല, വെറും ട്രെയിനി പോലും. അങ്ങനെ ട്രെയിനിയായി നിയമിക്കപ്പെടുവാൻ TTC, B.Ed അല്ലെങ്കിൽ M.Ed യോഗ്യത വേണം പോലും. തെല്ല് മുളുപ്പില്ലേ വിവരക്കേട് എഴുതി പരസ്യപ്പെടുത്താൻ? എന്തു വിവരക്കേടും കാണിച്ചു കൂട്ടാമെന്നും ചോദിക്കാൻ ആരുമില്ല എന്ന അഹങ്കാരവും തലയ്ക്ക് പിടിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ഈ വിവരദോഷിയായ വികാരി അച്ഛനോടും, അതായത് സൺഡേ സ്കൂൾ പ്രസിഡന്റിനോടും, കൂടെ കുടപിടിക്കുന്ന സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററോടും മറ്റ് വിവരദോഷികളോടും ഒന്നേ പറയാനുള്ളൂ: ആദ്യം സൺഡേ സ്കൂൾ എന്താണെന്ന് തിരിച്ചറിയുക. അതിന് ഒരു ഭരണഘടന ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ സൺഡേ സ്കൂൾ അധ്യാപകരാകാം എന്ന്. ഇതൊന്നും അറിയാതെ വിവരമില്ലായ്മ തലയ്ക്ക് പിടിച്ചപ്പോൾ ബാധ കയറി ഒരു പരസ്യം. എന്താഹേ, വട്ടുമൂത്താൽ ഇങ്ങനെയുണ്ടോ? നശിപ്പിച്ചേ അടങ്ങുകയുള്ളോ 150 വർഷത്തെ മഹത്തായ പാരമ്പര്യത്തെ? ഇടവകയിലെ പ്രായമുള്ളവർ ചോദിക്കുന്നു. പട്ടത്വം ജോലിയായി കാണുന്ന ഒരു കുപ്പായധാരിയിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് ഉണ്ടാകുവാനാണ്? വിവരക്കേട് മാറ്റിവെച്ച് നിയമപ്രകാരം സൺഡേ സ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുവാനുള്ളത്. ട്രെയിനി? എവിടുത്തെ ട്രെയിനി? ഇതെന്താ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളാണോ? സൺഡേ സ്കൂളിൻ്റെ മഹത്വവും പ്രാധാന്യവും അറിയാതെ ഭ്രാന്തിളകി ഇമ്മാതിരി പോച്ചയടി നടത്തരുതെന്നാണ് ഇടവകക്കാർ പറയുന്നത്. ഇങ്ങനെ ചെയ്തതിലൂടെ മലങ്കര മാർത്തോമാ സഭയുടെ മഹത്തായ പാരമ്പര്യത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും
ഭരണഘടനയെയും മനഃപൂർവമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് വികാരിയും സൺഡേ സ്കൂൾ ചുമതലക്കാരും. ഇങ്ങനെ ചെയ്ത ഇവർക്കെതിരെ ഉചിതമായ ശിക്ഷണ നടപടി അടൂർ ഭദ്രാസന എപ്പിസ്കോപ്പായ സെറാഫീം മെത്രാച്ചൻ കൈക്കൊള്ളണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇതിന് പുറകിലെ കളി എന്താണ് എന്ന് വെച്ചാൽ, മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിൽ അധ്യാപക പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ സൺഡേ സ്കൂൾ ടീച്ചറാണെങ്കിൽ 1 മാർക്ക് ലഭിക്കും. ഇങ്ങനെയുണ്ടോ ഒരു വളഞ്ഞ വഴി? ഇത് ആർക്കോ വേണ്ടിയുള്ള പരസ്യമാണ്. തീർച്ചയായും സൺഡേ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒന്നല്ല എന്നതാണ് സത്യം. എന്തിന് ഈ സ്വാർത്ഥത? സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിന് സൺഡേ സ്കൂളിനെ നശിപ്പിക്കുന്നു? സൺഡേ സ്കൂൾ ഭരണഘടന അധ്യായം 3 വകുപ്പ് 5 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സൺഡേ സ്കൂൾ അധ്യാപകരായി നിയമിതരാകുന്നവർ മാനസാന്തരവും ക്രിസ്തീയ ജീവിത അനുഭവവും സാക്ഷ്യവുമുള്ളവരും ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ക്രമമായി പങ്കുകൊള്ളുന്നവരും ആയിരിക്കണം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം രക്ഷയ്ക്ക് ആധാരമാണെന്ന് വിശ്വസിക്കുകയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിശ്വാസ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പഠിപ്പിക്കലുകൾ എന്നിവ പിന്തുടരുന്നവരും ജീവിത വിശുദ്ധി, സന്മാർഗം എന്നിവ കുട്ടികളെ പഠിപ്പിക്കാൻ തക്ക സമർപ്പണമുള്ളവരായിരിക്കണം സൺഡേ സ്കൂൾ അധ്യാപകർ. അല്ലാതെ TTCയും BEdും MEdും അല്ല അടിസ്ഥാന യോഗ്യതയായി വേണ്ടതെന്ന് ഈ വിവരദോഷികൾ തിരിച്ചറിയട്ടെ. സൺഡേ സ്കൂൾ സമാജം നടത്തുന്ന അധ്യാപക പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റുള്ളവർ കൂടിയായാൽ ഏറ്റവും നല്ലത്. തിരുത്തലുകൾ വരുത്തുമോ മാറ്റങ്ങൾ വരുത്തുമോ ഇടവകയുടെ നന്മയെ മാത്രം ചിന്തിച്ച് മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ വേറെന്തു പറയാൻ?